गाइस वेलकम बैक टू आवर चैनल। तो हम आ गए सर्वम माया की कौन नए पार्ट के साथ और जैसे जैसे मूवी आगे बढ़ती जा रही है ना बहुत ही ज्यादा मजा आ रहा है। और देखा जाए ना जो वो भूतनी है वो भी हेल्प कर रही है इंदु की। बाकी देखते हैं कि वाला पार्ट कैसे होने वाला है। सो फिर आप भी देखिए हम भी देखते हैं। लेट्स स्टार्ट। भाई वो लिटरली उसको खुश हो रही है देख के। Your destination is on the left. Hui, कौन है? भाई वाह पूरा पार्टी का सीन बना है इधर तो। നീ നോക്കി. സത്യം പറഞ്ഞ എനിക്കത് മനസ്സിലായില്ലായിരുന്നു. ബെസ്റ്റ്. यार इसको सब पागल समझ रहे हैं। എന്നിട്ട് That's exactly what I was thinking. എനിക്ക് മ്യൂസിക് അറിയാം, ഗിറ്റാർ കോഡ്സ് അറിയാം. കർത്താവേ, കുട്ടൂസും ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. മ്യൂസിക് കണക്ട്സ് ത്രീ ഓഫ് us. मे बी वही इनका Strange. Also, you're an acoustic guy. ഇലക്ട്രിക് ഗിറ്റാറാണ് ഫേവറേറ്റ്. പക്ഷെ വിരാജ് സാറിനെ പോലുള്ള ഒരു കമ്പോസിങ് സമയത്ത് കൂടുതലും അക്വസ്റ്റിക് ആണ് പ്രിഫർ ചെയ്യാറ്. I see. പീടിക മാറിയപ്പോ മിടുക്കനായല്ലോ. പേടി മാറി, കൺഫ്യൂഷൻ മാറിയിട്ടില്ല. किस चीज की റിലാക്സ് പ്രഭേ. I think I'm just Delulu. ഡൽഹിയിലും അതെ ഓൺലൈനിൽ മറ്റേ Delulu means delusion. वही ഈ ഇല്ലാത്തത് ഉള്ളതുപോലെ കാണുന്നത്. എന്റെ മലയാളത്തിൽ എന്താ പറയാ ഡെലൂഷന്? ഡെലൂഷന്റെ ഡൽഹിയിലും ഓക്കെയാണ്. Actually, that's cute. എന്നെ ഡെലുലു എന്ന് വിളിച്ചാ മതി. ഡെലുലു. ഡൽഹിയിലും ഈ തുണി ഓർഡർ ചെയ്യുന്ന പരിപാടി ഒന്ന് നിർത്താമോ? മൊത്തത്തിൽ ടൈറ്റ് ആണ്. शुगर है भाई। അതെന്താന്നറിയാവോ പ്രഭേ, എനിക്ക് ഞാൻ ഇട്ടിരുന്ന ക്ലോത്ത്സ് എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ എന്റെ ഫേവറേറ്റ് കുർത്തി മറ്റേ വൈറ്റിലെ ലാവൻഡർ പൂക്കളുള്ളത് എനിക്ക് അത് മാത്രം ഇടാൻ പറ്റുന്നില്ല. സോ ഐ തോട്ട് ചിലപ്പോ കണ്ടാ ഇടാൻ പറ്റുമായിരിക്കും. ഓ तो फिर तुम पहन അതെ, ഒരു 500 രൂപയുടെ നോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഹലോ, ഞാൻ കുപ്പിന്ന് വന്ന ओ ഭൂതമൊന്നുമല്ല. भाई എനിക്ക് അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം. ഐ ഹാവ് സം സ്കിൽസ്. ഇതേ കഴിഞ്ഞ ആഴ്ച പ്രഭയുടെ മുന്നിൽ ഷോ കാണിച്ചു എന്റെ ബൈക്ക് എടുപ്പിച്ചില്ലേ, അതുപോലെ. अच्छा ഏത് ശ്രീകുട്ടിന്റെയോ? പേരൊന്നും എനിക്കറിയില്ല. श्री कुट्टन। अच्छा उसकी बाइक किसने गिराई है? സോറി, ഗോഡല്ല. ആക്ച്വലി എനിക്ക് എന്റെ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്, ലൈക്ക് മൈ ലൈഫ് സ്റ്റൈൽ, ഹാബിറ്റ്സ്, എന്റെ ഇൻട്രസ്റ്റ്. പക്ഷെ മെയിൻ കാര്യങ്ങൾ ഒന്നും ഓർമ്മ വരുന്നില്ല. എന്റെ ഫാമിലി, ഫ്രണ്ട്സ്, ഒന്നും. എക്സെപ്റ്റ് വൺ തിങ്. क्या എന്ത്? ആരോ എവിടെയോ ഞാൻ മരിക്കുന്നതിന് മുമ്പ് യെസ് എന്ന് പറഞ്ഞു. ഇറ്റ്സ് ലൈക്ക് someone wanted me to die. അതാര്? I don't know. ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് പറഞ്ഞെന്ന് ഓർത്താം. നല്ല വോയിസ് ആണ് ഡെയിലുണ്ട്. ഗിഫ്റ്റഡ് ആണോ? उसको उसका नाम भी नहीं पता। മരിച്ചില്ലായിരുന്നെങ്കിൽ സ്റ്റാർ ആയനെ. ഇപ്പൊ മരിച്ച സ്ഥിതിക്ക് സ്റ്റാർ ആകാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. स्टार बनना ही ऑप्शन है। विचार इसको देखकर बुरा सा लगता है यार। विचार अच्छा आ रही है। और इसको ना बुरा लग रहा है कि ये क्यों मरी। हाँ यार तो नाजुक लग रहा है फेरी टेल। She's so cute.
तो मस्त एंजॉय करने लगे सब साथ। लेकिन वो खा ही नहीं पा रहा है। हाँ यार ऐसा दुकान की भाई कितनी स्वीट है यार ये। लेकिन भी नहीं जा सकती है। और मेरे को सबसे अच्छी चीज़ ये है ना कि ये बिना मेकअप किसने शूट करा है, मतलब ये भी बहुत अच्छा लगता है, तो रियल है। प्यारी है यार। हाँ यार क्या तो नहीं होना चाहिए क्या। यार that's so sweet। एक भूत और एक इंसान की लव स्टोरी दिखाई है क्या यार। वही ഞാനിപ്പോ നിങ്ങൾ വിൽക്കുന്ന വീടുകളിൽ മാത്രം പോയാൽ മതിയോ? എല്ലായിടത്തും വേണ്ട രൂപ അപമൃത്യു നടന്നിട്ടുള്ളിടത്ത് മാത്രം. അതെ, ഈ നോട്ടോറിയസ് ആയിട്ട് മർഡർ നടന്ന വീടുകള്, പിന്നെ ആത്മഹത്യ, അങ്ങനെ അങ്ങനെ ഒരു 10-28ഓളം വീടുകൾ ഞാൻ ഈ കേരളത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരു പൂജ മതിയോ? ആദ്യം ഞാനൊന്ന് പ്രശ്നം വെച്ച് നോക്കി ദോഷപരിഹാരങ്ങളൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ രൂപ നിങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മതി. അന്ന് വക്കീലിന്റെ മകന്റെ പൂജയ്ക്ക് വന്നില്ലേ തന്റെ ഒരു കസിനൊരു വിദ്വാൻ ഓമെടുക്കണ ഓമെന്ന ഗംഭീരവും. ഈ പ്രവേന്ദു പാർട്ട് ടൈമാ, കുട്ടികളുടെ കേസ് മാത്രം. ഇതുപോലത്തെ റിസ്കി കേസുകളൊക്കെ ഞാൻ തന്നെ എടുക്കാം. കുടുംബ കോടതി വക്കീലിന്റെ ഓഫീസ് മ്യൂച്വൽ ഡിവോഴ്സ് ആണോ? അല്ല, എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഭാര്യയ്ക്ക് വേണ്ടാത്തത്. അതിപ്പോ ഇവിടെ തന്നെ എടുക്കാവുന്നല്ലോ. ഏതായാലും വക്കീലിനെ കണ്ടോന്നുള്ളൂ അപ്പുറത്തെ കട. അപ്പൊ ഈ എമൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഈ കൂട്ടക്കൊല്ലം നടന്ന വീടുകളിലെ ഒന്നിൽ കൂടുതൽ പ്രേതങ്ങളുണ്ടെങ്കിലോ? അത് ഡിപ്പെൻസ്. പിന്നെ തിരുമേനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരാം. അങ്ങനെയാണെങ്കിൽ പ്രേതം और भूत के लपीस ये तो बहुत ही ഓക്കെ. और अभी रुपए को अगर वहां असली भूत दिख गया ना तो उसकी बैंड बज जाएगी। ഇത് പിടിച്ച് ഒറ്റ വലി. ഇതെന്താ എളുപ്പ? കണ്ണിന് ഇഷ്ടാവില്ല. തുളസി, അടുക്കളേന്ന് പപ്പുവിന്റെ ആ നീല സ്പ്രേയും എടുത്തോ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വരാം. ഓ എന്തോട്ടി, അച്ഛൻ വരുന്നുണ്ട്, ചെന്നോ, ഊണാകുമ്പോ ഞാൻ വിളിക്കാം. यार ये इसके पापा भी बात ही नहीं करते यार। इलेक्ट्रिक वो बुझा रहे हैं शायद। ഇയാൾ ഇവിടെ ഉണ്ടോ? അപ്പൊ അകത്താരാ? अच्छा है। അത് സ്പീക്കർ എന്നാ വിളിച്ച. എന്നിട്ട് ഇപ്പം കൊണ്ടല്ലോ. भाई कितना चंटे है इसके ताऊजी। ഞാനിവിടെ ഇല്ലാത്ത പീവ കപ്പായിട്ട് ഓടുകയും ചെയ്യരുത്. അല്ല, വലിയ കുക്കിംഗ് പ്ലാൻസ് ഒക്കെ ആയിരുന്നല്ലോ, എന്ത് പറ്റി? ചേച്ചിനെ ഇത്രയും വേഗം ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു? അത് मेरे पापा का അച്ഛൻ പപ്പുവിന്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി പോന്നു. ബൈ ദ വേ, നിങ്ങൾ രണ്ടാളും എന്നാ മിണ്ടാത്തെ? എന്നതാ റീസൺ?
പപ്പു തന്നെ. അതിന് പപ്പു തന്നെ ചെയ്തത്? അത് അമ്മ മരിച്ച ദിവസം എല്ലാവരും ഉണ്ടായിരുന്നു. കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ആകെ സീനായിരുന്നു. ബോഡി എടുക്കാറായപ്പോൾ പപ്പു കിടന്ന് ഭയങ്കര കൊര. അമ്മയായിരുന്നു അവൻ്റെ ഫേവറേറ്റ്. അവൻ്റെ പുറകിൽ കെട്ടിയിട്ടേക്കായിരുന്നു. അപ്പം ഞാൻ ഓടിച്ചെന്ന് അവനെടുത്തോണ്ട് വന്നു. അവൻ അവസാനമായിട്ട് അമ്മേനൊന്ന് കാണണമല്ലോ. obviously. അവനെ കണ്ടതും അച്ഛനൊറ്റ അലർച്ചയാണ്. ഇറങ്ങിപ്പോ രണ്ടാളും. അച്ഛനൊരു ജീവികളെ ഇഷ്ടമല്ലായിരുന്നു. പപ്പൂനെ തിരിഞ്ഞു പോലും നോക്കൂല. ഞാൻ അവനെ കൊണ്ട് പുറത്തിറങ്ങി നിന്നു, ചടങ്ങുകളൊക്കെ തീരുന്നവരെ. എനിക്കും പപ്പൂനും അമ്മയുടെ കൂടെ ഇരിക്കാനുള്ള ലാസ്റ്റ് ചാൻസാണ് അച്ഛനൊന്നും ഇല്ലാതാക്കിയത്. അത് കഴിഞ്ഞ പിന്നെ ഞാനങ്ങനെ മിണ്ടാറില്ല. अच्छा, ഊണൊരു इतनी छोटी बात पे हुआ. അത് അന്നല്ലേ? പ്രഭയ്ക്ക് ഇപ്പൊ പൂണൂലും ഉണ്ട്, പിന്നെ പപ്പുവിന്റെ ഫേവറേറ്റ് ആയിട്ട് അച്ഛനും ഉണ്ട്. പിന്നെ എന്നാത്തിനാ മിണ്ടാതിരിക്കുന്നത്? ഇനി പറ്റില്ല, അങ്ങനെ സെറ്റായി പോയി. എന്നാ അതങ്ങ് റീസെറ്റ് ചെയ്യും. സി പ്രഭ, ഇപ്പൊ ഒരാളോടെ പിണങ്ങിയിട്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് വലിയ കഷ്ടപ്പാടാണ്. ലൈഫ് ടു ഷോർട്ട് ഫോർ ഓൾ ദാറ്റ്. True. പോയിന്റ്സ്. താങ്ക് യു. अभी बोलेगी क्या? ഫോണിലെ വിളിച്ച തുളസി ആഹാരം കഴിക്കാൻ വിളിക്കുന്നു. വാ. मैं फोन पर हूँ. यार. ആ ഞാൻ ഉണ്ടാവും. ഇന്നോടെ ഞാൻ പറയാം. ശരി. നീലകണ്ഠനാണോ? ആ ദീപുവേട്ടൻ കട വന്നിട്ടുണ്ട്. കാർത്തികൾക്ക് ഇന്ദു വരുമെന്ന് ചോദിക്കാൻ വിളിച്ചതാ. ചെറിയ മാവൻ അവരോട് നേരിട്ട് വെക്കാൻ ഒരു മടി. എന്തോ ഭക്ഷണം കഴിച്ചിട്ട് മയക്ക് എടുത്തിട്ട് കൂടെ പോയിട്ടുണ്ട്. വല്യമാവ, ഇന്ദുവിനിയുടെ എന്തോ ഒരു വ്യത്യാസമുണ്ടോ? അത് ഞാൻ തന്നോട് ചോദിക്കാതിരിക്കായിരുന്നു. ഒന്നുറപ്പാ, ഒരു പ്രേമമുണ്ട്. പ്രേതമല്ലടോ, പ്രേമം. മനസ്സിലായി. ഇന്ന് ഞാൻ കൈയോടെ പിടിച്ചു. ഫോണിലൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷണം വെച്ച് നോക്കുമ്പോ അപ്പുറത്തൊരു പെൺകുട്ടിയാ. ശ്ശോ, ഞാൻ അറിയാതോ? തനിക്കറിയാൻ പാടില്ലാത്തതെല്ലാം ഉടനെ ഈ പൂജാവിധികളെ മുഴുവൻ തനിക്കറിയാവോ? ആ പെങ്ങളെ പാചകക്കാരൻ നമ്പൂതിരിക്ക് കൊടുക്കുമ്പോ ഓർക്കണമായിരുന്നു. അവിടുന്ന് ഇവിടം വരെ ഞാൻ എത്തിയതേ എന്റെ മിടുക്ക. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വല്യമാവ, ഞാൻ ഈ ബാധ ഒഴിപ്പിക്കലിന്റെ ഫോക്കസ് ചെയ്താലോ എന്നാലേക്കോ? ഇത് പാരമ്പര്യമായി ചെയ്തു വരുന്ന ഇല്ലകളുണ്ട്. ഇതിന്റെ സൈഡ് എഫക്ട്സ് ഇല്ലാതിരിക്കണമെങ്കിൽ തലമുറകളായി കൈമാറി വരുന്ന സ്ഥിതിയും ചൈതന്യവും ആവശ്യമുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നേ, അതുകൊണ്ട് ഭയമൊന്നുമില്ല. ഭയം നല്ലതാണ്. മനുഷ്യവർഗത്തിന് ആദ്യമായിട്ടുണ്ടായ വികാരം ഭയമാണ്. ഫോർ ബേസിക് സേഫ്റ്റി. ബാധ ഒഴിപ്പിക്കുമ്പോ ഞാൻ ബേസിക് സേഫ്റ്റി ഒക്കെ നോക്കാറുണ്ട്. ഈ ബാധ 3 ടൈപ്പുണ്ട്, അറിയോ? അറിയില്ല. രന്തുകാമൻ, കോക്തുകാമൻ, ഹന്തുകാമൻ. ഇതിൽ ആദ്യത്തെ 2 പേര് പാവങ്ങളാണ്. പക്ഷേ ഹന്തുകാമൻ ഹനിക്കാൻ വരുന്നതാ, ജീവനും കൊണ്ടേ പോവും. और कहीं वो भी वही तो नहीं है कहीं? अन्नम्मा जोसेफ, born in 1932. यार मतलब अभी तो हम लोगों को पता लगा कि 3 प्रकार होते हैं आत्मा की. कहीं ये जो भूतनी आई है कहीं ड्रामा तो नहीं करी? अच्छा, हाँ, मुझे भी यही लग रहा है कि कहीं ये हमला करना दे उस पे. यार क्या करना चाह रहे हैं? अभी उन्होंने बोला एक जो हार्म करती है दूसरी हार्म करती है, दूसरे मारने आती है. तो बहुत सारे क्वेश्चंस हैं अभी. वही बाकी जैसे से आगे चलेगा. और कहीं ना इसको जो इंदु है इसको तो विश्वास होने लग गया है इस मिस डिलीलू पे. बाकी देखते हैं कि आगे क्या होता है. तो गाइज यही था हमारा रिएक्शन. आप लोगों को कैसा लगा प्लीज कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो प्लीज इस पार्ट को लाइक करिए, शेयर करिए, कमेंट करिए. और अगर इस चैनल पे नहीं तो सब्सक्राइब. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है, तो अगर फॉलो करना चाहते हो तो कर सकते हो. तो मिलते हैं एक और न्यू पार्ट के साथ. तब तक के लिए बाय.